Assalamualaikum warahmatullahi wabarakatuh. My name is Fawaz Hussain and I am studying 6th standard at Darul Arqam Al Hind Palanganam. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാജിക് ടാപ്പാണ്. അപ്പോൾ അതിന് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് ഒരു എമർജൻസിയുടെ ഫ്യൂസായ ട്യൂബ് ആവശ്യം. ഇതിൻ്റെ ഈ ഭാഗം നമ്മൾ പ്ലെയർ ഉപയോഗിച്ച് ഇളക്കണം. അത് കഴിഞ്ഞ് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് മണ്ണിട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിത് റിൻസ് ചെയ്ത്. ഞാനിവിടെ പ്ലെയർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇളക്കാം. അപ്പോൾ ഞാനിതിവിടെ ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഈ ഫിലമെൻ്റ് കൂടി ഇളക്കി കളയണം. നമ്മളിവിടെ അതിൻ്റെ ഫിലമെൻറ്റും ഇളക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് കുറച്ച് മണ്ണിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് റിൻസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിവിടെ റിൻസ് ചെയ്ത് അതിൻ്റെ അഴുക്കുകളെല്ലാം പോയിട്ടുണ്ട്. ഇത് നമ്മൾ മണ്ണിലേക്ക് ഒഴിക്കരുത്. ഇത് മണ്ണിന് ദോഷമാണ്. അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു വയ്ക്കുക. അപ്പോൾ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം. ഞാനിത് പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള അഴുക്കുകളെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഭാഗം കൂടി പ്ലെയർ വെച്ച് ഇളക്കണം. പിന്നെ അതിൻ്റെ അകത്തുള്ള ഫിലമെൻ്റ് കൂടി ഇളക്കി കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ പ്ലെയർ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഭാഗം കൂടി ഇളക്കി കൊടുക്കാം. ഓക്കെ, അപ്പം ഞാൻ ഈ സൈഡും ഇളക്കിയിട്ടുണ്ട്. ഇതോടെ നമ്മുടെ ട്യൂബ് ഇവിടെ ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ട്യൂബിൻ്റെ അറ്റത്തായിട്ട് ഗമ്മ തേച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഗമ്മ തേച്ചിട്ടുണ്ട്. ഇനി നമുക്കത് പൈപ്പിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് നല്ലതായിട്ട് ഒട്ടിയിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഉണങ്ങാൻ വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് ഞാനൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിൻ്റെ നടുവിലായിട്ട് മോട്ടർ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പാത്രത്തിൻ്റെ നടുവിലായിട്ട് കുറച്ച് ഗമ്മ തേച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഗമ്മ തേച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാത്രത്തിൻ്റെ നടുവിലായിട്ട് മോട്ടർ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ പാത്രത്തിൻ്റെ സൈഡിലായിട്ട് ഒരു ഹോൾ ഇട്ടായിരുന്നു. അതിലൂടെ നമ്മളുടെ വയർ പുറത്തേക്കിടാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വയർ നമ്മൾ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഒരു ഹോൾ ഇട്ടായിരുന്നു. അവിടെ നമുക്ക് അടച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഗമ്മ തേച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് കുറച്ച് നേരത്തേക്ക് ഉണങ്ങാൻ വയ്ക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് കല്ലിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ പാത്രത്തിൽ കല്ലിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനൊരു എക്സ്ട്രാ പ്ലഗ് എടുത്തിട്ടുണ്ട്. അതിൽ നമ്മുടെ മോട്ടറിൻ്റെ വയർ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്വിച്ച് ബോർഡിലേക്ക് കുത്തിക്കൊടുക്കാം. അപ്പോൾ നമുക്ക് സ്വിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിന്നിവിടെ ഒരു മാജിക് ടാപ്പാണ് ഉണ്ടാക്കിയത്. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളും ഇത് ചെയ്തു നോക്കുക. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.